ഹായ് എവരി വൺ, ദിസ് ഈസ് അനൂപ് ശാന്തകുമാർ. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളും ആ ഷോർട്ട് ഫിലിം കണ്ട പ്രേക്ഷകർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ എഐയിൽ നിർമ്മിച്ച ഷോർട്ട് ഫിലിമാണിത്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഇറ. എനിക്ക് ടൈം ട്രാവൽ ചെയ്യണം. ഈ ഷോർട്ട് ഫിലിം കണ്ട ഏറ്റവും കൂടുതൽ പേര്, പ്രത്യേകിച്ചും എന്തൂസിയാസ്റ്റുകളായിട്ടുള്ള ആളുകൾ, എയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യർ, പ്രേക്ഷകർ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്തത്, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഈ ഷോർട്ട് ഫിലിം പൂർത്തിയാക്കിയത് എന്ന് വിശദമായിട്ട് പറയാം. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 2023 സമയത്ത് ഒരു ആനിമേഷൻ സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റായിരുന്നു ഇത്. അന്ന് ആ പ്രൊജക്റ്റ് നടക്കാതെ പോയി. അതിനുശേഷം AI വന്നു കഴിഞ്ഞപ്പോൾ AIയിലൊരു പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആ സ്ക്രിപ്റ്റ് എടുത്ത് തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുകയും ചെയ്തു. ഇനി സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഫുള്ള് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 1-2 ലൈനിൽ എഴുതി പോവുകയും, എന്നാൽ ഇതിനകത്ത് വരുന്ന സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങൾ എന്തു പറയണം, അതെങ്ങനെ പറയണം എന്നുള്ളത് പൂർണ്ണമായിട്ട് സംഭാഷണ രൂപത്തിൽ വിശദമായിട്ട് തന്നെ എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. എഐയിൽ നമുക്ക് 2 വിധത്തിലാണ് വീഡിയോസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന് പ്രോംപ്റ്റ് കൊടുത്ത് ഡയറക്റ്റ് വീഡിയോ ചെയ്യുക, മറ്റൊന്ന് ഇമേജ് ടു വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് വേണ്ടതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം സ്റ്റിൽ ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ഇമേജുകൾ വീണ്ടും വീഡിയോ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇതിനകത്ത് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ക്യാരക്ടറിന് കൺസിസ്റ്റൻസി വേണ്ട ഒരു കഥാപാത്രം തുടർന്ന് അങ്ങോട്ട് ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ ഇമേജ് ടു വീഡിയോ ക്രിയേഷൻ തന്നെയാണ്. വീഡിയോ ജനറേഷനിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു ഭാഗം ഈ ഫ്രെയിം ജനറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ കഥാപാത്രങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആ പ്രവൃത്തി എവിടെ തുടങ്ങണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആ ഫ്രെയിമുകൾ ചെയ്തു പോകുന്നു. ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ജെമിനി ഉപയോഗിച്ചു. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് നായകൻ ആരായിരിക്കണം, നായിക ആരായിരിക്കണം, അവരുടെ മുഖം എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ ഡ്രസ്സിങ്, അപ്പിയറൻസ്, ഇതെല്ലാം. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ഒരു മുഖം ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാരക്ടറിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും എല്ലാ സീനുകളിലും വരാൻ പാകത്തിന്, അല്ലെങ്കിൽ അവർ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളത് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലോട്ട്, നമ്മൾ കഥാപാത്രത്തിൻ്റെ, പ്രത്യേകിച്ചും ഇതിൻ്റെ നായകൻ്റെ വീട്, ആ വീടിൻ്റെ ലീവിംഗ് റൂമാണ് പ്രധാനമായിട്ടും കഥ നടക്കുന്ന ഒരു ഭാഗം. അതേപോലെ തന്നെ അദ്ദേഹം ടൈം ട്രാവൽ ചെയ്യുകയാണ്, അങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിൽ ഏത് ഭാഗത്ത് അവർ നിൽക്കണം, ഇരിക്കണം എന്നുള്ള രീതിയിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. അത് ജെമിനിയിൽ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ വരേണ്ടതായിട്ടുള്ള എഡിറ്റിങ്, അതായത് ചില ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയുക, അതുപോലെ എഡിറ്റ് ചെയ്യുക, ഇതെല്ലാം അഡോബി ഫോട്ടോഷോപ്പിൽ അതിൻ്റെ ഫയർഫ്ലൈ AI ഫീച്ചർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഏകദേശം 300ഓളം ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും നമുക്കതിനകത്ത് 150-170 ഇമേജുകളാണ് ഈ ഷോർട്ട് ഫിലിം ജനറേറ്റ് ചെയ്യാനായിട്ട്, വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വീഡിയോ ക്രിയേഷൻ. ഈ ചെയ്തെടുത്ത ഇമേജുകളെ വീഡിയോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് വെറുതെ വീഡിയോ ആക്കുകയല്ല, അതിലെ കഥാപാത്രങ്ങൾ ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിട്ട് വരുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഒരു ഫ്രെയിം കൊടുത്തിട്ട് ആ ഫ്രെയിമിലെ കഥാപാത്രം ഏത് രീതിയിൽ എങ്ങോട്ട് മൂവ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. നമ്മൾ കൊടുക്കുന്ന എത്ര കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുത്താലും അതനുസരിച്ച് ജനറേറ്റ് ചെയ്ത് വരണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ സാധാരണ ടിപ്പിക്കലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേക്കിൽ അത് റെഡി ആയിക്കൊള്ളണമെന്നില്ല, സെക്കൻഡ് ടേക്ക് എടുക്കേണ്ടി വരും. കഥാപാത്രങ്ങളെ കൊണ്ട് 3-4 ടേക്ക് എടുത്താലാണ് അത് ശരിയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ AIയിലും നമ്മൾ അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ശരിയായില്ലെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ അത് ജനറേറ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതായി കിട്ടുന്നത് വരെ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പല ഫ്രെയിംസും എനിക്ക് വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണം, ഒറ്റ ഫ്രെയിം, ഒരു ഇമേജ് വെച്ചിട്ട് തന്നെ പല സംഭാഷണങ്ങളും നമ്മൾ ചെയ്തെടുത്തു. അതിനകത്ത് ക്യാമറ മൂവ്മെൻറ്റിനും അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ റിയാക്ഷനും മാത്രമാണ് വ്യത്യാസമുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു
ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സീന്. അതിനകത്ത് ഇമേജിൽ തന്നെ നമ്മൾ വേണ്ടതായിട്ടുള്ള പാർട്ടിക്കിൾ ഇല്യൂഷൻ എഫക്ട്സുകളെല്ലാം നമ്മൾ ചെയ്തെടുത്തിരുന്നു. അതിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ അത് മൂവ് ചെയ്യും, നമ്മൾ എത്ര കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് ആ ചേഞ്ചസ് റെക്ടിഫൈ ചെയ്ത് എഗെയിൻ ആൻഡ് എഗെയിൻ വീഡിയോ ജനറേറ്റ് ചെയ്താണ് ഇത് പൂർത്തിയാക്കിയത്. ഏകദേശം 200ഓളം വീഡിയോസാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. അത്രയും വീഡിയോ വെച്ചിട്ടാണ് ഈ ഷോർട്ട് ഫിലിം പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മൾ വീഡിയോ ജനറേഷന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഗൂഗിളിൻ്റെ Veo 3.1 എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗൂഗിൾ 3.1ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയലോഗ് ഡെലിവറി കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ്. എങ്കിൽ ഇതിനൊരു പോരായ്മയുണ്ട്. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ വീഡിയോ വീണ്ടും ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല പ്രാവശ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ ആ കഥാപാത്രം പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, പല ശൈലിയിലായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡയലോഗ് പറയുമെങ്കിൽ പോലും ആ ഡയലോഗിൽ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകും. ഇത് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഓഡിയോ എഡിറ്റിങ്ങിൽ നമ്മൾ RR ചെയ്ത് അല്ലെങ്കിൽ റീ റെക്കോർഡിങ് ചെയ്ത് ഡബ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഗ്രാഫിക്സ്, ഇതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് പോലും നമ്മൾ AI-യിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. 3D ഗ്രാഫിക്സ് 3D ആയിട്ട് അതിൻ്റെ ടൈറ്റിൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ഗൂഗിൾ Veo 3ൽ തന്നെ ആനിമേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബേസിക്, അതിൻ്റെ ടൈറ്റിൽ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലായിട്ട് അഡോബി ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ സ്ക്രീനിലുള്ള 1-2 ഫ്രെയിംസ് മാത്രം നമ്മൾ ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റ് വരുന്ന ഫ്രെയിമുകൾ മാത്രം നമ്മൾ ചെയ്തെടുത്തു. ബാക്കി എൻ്റയർ ഗ്രാഫിക്സ് ആ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് എന്ത് ഗ്രാഫിക്സ് വേണോ എന്നുള്ളത് പറഞ്ഞ് അതുകൂടി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ആ വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ഫിലിം കണ്ട ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI എങ്ങനെ പഠിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പാകത്തിനോ കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യാൻ പാകത്തിനോ AI പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തികളെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കും. ഇതൊക്കെയാണ് എല്ലാവരും ചോദിച്ച ഒരു കാര്യം. AI എവിടെ പഠിക്കാം, എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് AI-യുടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യക്തികൾ ഉണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസം ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം AI ആയിട്ട് മുന്നോട്ട് പോവുക, എല്ലാ കാലത്തും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കൂടി വയ്യാത്ത കാര്യമാണ്. കാരണം ഇന്ന് ഉള്ള ടെക്നിക്കല്ല നാളെ. ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒരു കാര്യം നാളെ എളുപ്പവഴി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി എളുപ്പമാകുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന AI ടൂൾസ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. AI-യിൽ ചെയ്തിട്ടുള്ള ആൽബം മ്യൂസിക്സ്, അതേപോലെ തന്നെ 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരുന്ന ഷോർട്ട് ഫിലിംസ്, ആൽബംസ് എല്ലാം എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്നതുപോലെ നിങ്ങളുമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.